പൂക്കോട് വെറ്ററിനറി കോളേജ് വിദ്യാർത്ഥി സിദ്ധാർത്ഥിന്റെ കൊലപാതകത്തെക്കുറിച്ച് അന്വേഷിക്കുവാൻ വൈകിയെങ്കിലും സിബിഐയെ ചുമതലപ്പെടുത്താൻ സംസ്ഥാന സർക്കാർ കൈക്കൊണ്ട തീരുമാനം സ്വാഗതാർഹം. സിബിഐ അന്വേഷണം വൈകിയാൽ തെളിവുകൾ നഷ്ടപ്പെട്ട് യഥാർത്ഥ പ്രതികൾ രക്ഷപ്പെടാൻ ഇടയാക്കും. ആൾക്കൂട്ട കൊലപാതകമാണെന്ന് ബോധ്യമുണ്ടെങ്കിലും ആത്മഹത്യാ വകുപ്പുകൾ മാത്രം ചേർത്താണ് കേസിൽ സംസ്ഥാന പോലീസിന്റെ അന്വേഷണം നടക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട തെളിവുകൾ നശിപ്പിക്കപ്പെടാൻ സാധ്യതയേറെയുണ്ട്. അതുകൊണ്ട് സിബിഐ അന്വേഷണം ആരംഭിക്കാൻ വൈകുന്നത് ആശാസ്യമാവില്ല. മകന്റെ മരണത്തിൽ സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ട് സിദ്ധാർത്ഥിന്റെ പിതാവ് ജയപ്രകാശ് മുഖ്യമന്ത്രിയെ കണ്ടിരുന്നു. ഇതിനു പിന്നാലെയാണ് സിബിഐ അന്വേഷണത്തിന് സർക്കാർ ഉത്തരവിട്ടത്. അതേസമയം സിദ്ധാർത്ഥിന്റെ കൊലപാതകത്തിൽ പങ്കുണ്ടെന്ന് സംശയിക്കുന്ന 2 പേർ കൂടി പിടിയിൽ. സിദ്ധാർത്ഥിനെ മർദ്ദിച്ചതിലും ഗൂഢാലോചനയിലും പങ്കാളികളായവരാണ് ഇവർ. ആലപ്പുഴ സ്വദേശി അഭി, കോഴിക്കോട് സ്വദേശി നസീഫ് എന്നിവരാണ് പിടിയിലായത്. ഇവരെ പോലീസ് വിശദമായി ചോദ്യം ചെയ്തു വരികയാണ്. നിലവിൽ പ്രതികളെയെല്ലാം അറസ്റ്റ് ചെയ്തുവെന്ന് DGP പറഞ്ഞു. നേരത്തെ കേസിലെ ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. കേസിലെ പ്രധാന പ്രതി സിൻജോ ജോൺസന്റെ കരാട്ടയിലുള്ള മികവാണ് സിദ്ധാർത്ഥിനെ മർദ്ദിക്കാനായി പുറത്തെടുത്തതെന്ന് പോലീസ് വ്യക്തമാക്കിയിരുന്നു. കരാട്ടെ ബ്ലാക്ക് ബെൽറ്റ് ആയ സിൻജോ ഒറ്റച്ചവിട്ടിന് സിദ്ധാർത്ഥിനെ താഴെയിട്ടു. കൈവിരലുകൾ കൊണ്ട് സിൻജോ കണ്ഠനാളം അമർത്തി. ഇതാണ് വെള്ളം പോലും ഇറക്കാനാകാത്ത നിലയിലെത്തിച്ചത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പ്രകാരം സിദ്ധാർത്ഥൻ ഭക്ഷണവും വെള്ളവും കഴിക്കാതെ അവശനായിരുന്നു. മർമ്മം നന്നായി അറിയാവുന്ന സിൻജോ ദേഹത്ത് തള്ളവിരൽ പ്രയോഗം നടത്തി. ആൾക്കൂട്ട വിചാരണ പ്ലാൻ ചെയ്തതും നടപ്പാക്കിയതും പിന്നീട് വിദ്യാർത്ഥികളെ ഭീഷണിപ്പെടുത്തിയതും സിൻജോയാണെന്നുള്ള മൊഴി ദൃക്സാക്ഷികളായ വിദ്യാർത്ഥികൾ നൽകിയിട്ടുണ്ട്. മറ്റൊരു പ്രതിയായ കാശിനാഥൻ സിദ്ധാർത്ഥിനെ ബെൽറ്റ് കൊണ്ട് തലങ്ങും വിലങ്ങും അടിച്ചു. സൈക്കോ എന്ന വിളിപ്പേരിൽ അറിയപ്പെടുന്ന കാശിനാഥൻ മനോനില തെറ്റിയവരെ പോലെയാണ് സിദ്ധാർത്ഥിനെ മർദ്ദിച്ചത്. അതേസമയം സിദ്ധാർത്ഥിനെ 3 ദിവസം നിരന്തരം പീഡിപ്പിച്ചവരും ഇതിന് ദൃക്സാക്ഷികളായ പീഡനശ്രമം മറച്ചുവെച്ച വിദ്യാർത്ഥികളും കുറ്റക്കാരാണെന്നും സിബിഐ അന്വേഷണത്തിലൂടെ കുറ്റം ചെയ്ത വിദ്യാർത്ഥികളെ കണ്ടെത്തി മാതൃകാപരമായി ശിക്ഷിക്കണമെന്ന് സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി ആവശ്യപ്പെട്ടു. കോടതിയുടെ മേൽനോട്ടത്തിൽ ദേശീയ ഏജൻസി അന്വേഷണം നടത്തണമെന്ന് ആവശ്യപ്പെട്ടുള്ള കത്ത് കമ്മിറ്റി രാഷ്ട്രപതിക്കും ഗവർണർക്കും മുഖ്യമന്ത്രിക്കും സുപ്രീം കോടതിയുടെയും ഹൈക്കോടതിയുടെയും ചീഫ് ജസ്റ്റിസുമാർക്കും നൽകിയിരുന്നു. സംസ്ഥാനത്തെ ഒട്ടുമിക്ക കോളേജുകളും സർവകലാശാലകളും SFIയുടെ ലേബലിൽ ഏതാനും ക്രിമിനലുകളുടെ നിയന്ത്രണത്തിലാണെന്നും ഇത് അവസാനിപ്പിക്കാൻ പ്രതികൾക്ക് ഏറ്റവും ഉയർന്ന ശിക്ഷ നൽകുന്നത് വഴി സഹായകരമാകുമെന്നാണ് പ്രതീക്ഷയെന്നും കമ്മിറ്റി അഭിപ്രായപ്പെട്ടു.